Talro presents Reporter with the Next Entrepreneur, a talk series for aspiring entrepreneurs. നമ്മുടെ സംരംഭക ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് പ്രോഫിറ്റബിലിറ്റിയും സസ്റ്റൈനബിലിറ്റി. അപ്പോൾ നമ്മുടെ ഒരു ബിസിനസ്സിൻ്റെ ഒരു സസ്റ്റൈനബിലിറ്റിയിൽ പ്രോഫിറ്റബിലിറ്റി മാത്രമാണോ ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ബിസിനസ് സസ്റ്റൈനബിൾ ആണോ എന്നുള്ള കാര്യത്തിലാണ്. നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു സസ്റ്റൈനബിലിറ്റി, ഒരു ബിസിനസ്സിൻ്റെ സസ്റ്റൈനബിലിറ്റിയിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. അത് ജനങ്ങൾ നമുക്ക് അനുകൂലമായിട്ട്, അവർ നമുക്ക് അനുകൂലമായിട്ട് നിൽക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ എൻവയറോൺമെൻറ്റ്, നമ്മുടെ പ്രകൃതി, നമ്മുടെ സിസ്റ്റം, നമ്മുടെ പ്രകൃതി നശിപ്പിക്കപ്പെടാത്ത ലെവലിൽ നമ്മുടെ ബിസിനസ് നിൽക്കപ്പെടേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പ്രോഫിറ്റബിൾ ആയിരിക്കണം, നമ്മുടെ ബിസിനസ് നമുക്ക് പ്രോഫിറ്റബിൾ ആയിരിക്കണം. ഇതിനെയൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ബിസിനസ് സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സസ്റ്റൈനബിലിറ്റി, നമ്മൾ ജനറലി എൻവയറോൺമെൻറ്റ് മാത്രം നോക്കിയിട്ടുള്ള സസ്റ്റൈനബിലിറ്റിയെ കുറിച്ചല്ല സംസാരിക്കുന്നത്, നമ്മുടെ ബിസിനസ്സിൻ്റെ സസ്റ്റൈനബിലിറ്റിയാണ്. ആ ബിസിനസ്സിൻ്റെ സസ്റ്റൈനബിലിറ്റി പ്രോഫിറ്റബിലിറ്റിയിൽ മാത്രമല്ല നിൽക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ബിസിനസ്, ഒരു ടെക്സ്റ്റൈൽ ബിസിനസ് നല്ല പ്രോഫിറ്റബിളായിട്ട് പോവുകയാണ്. ഒരു 10-25 വർഷത്തെ പാരമ്പര്യമുണ്ട്, നല്ല രീതിക്ക് നല്ല കസ്റ്റമേഴ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ആ ബിസിനസ് വലിയ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഉഷാറായിട്ട് പോകുന്നുണ്ട്. ആ ഇടയ്ക്കാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഒരു വലിയ മാള് അവിടെ വരികയാണ്. വലിയൊരു മാൾ എന്ത് ചെയ്തു, ആ ഷോപ്പിൻ്റെ അടുത്ത് വന്നു. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ ടെക്സ്റ്റൈൽ പൂട്ടിപ്പോയി. അപ്പോൾ ഇവർ വലിയ പ്രോഫിറ്റബിൾ ആയിരുന്നു, പക്ഷേ ഇവരുടെ ബിസിനസ് സസ്റ്റൈനബിൾ ആയിരുന്നില്ല. കാര്യം, ഒരു കോമ്പറ്റീഷനെ അതിജീവിക്കാൻ മാത്രമുള്ള കപ്പാസിറ്റി അവർക്കില്ലായിരുന്നു. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി സസ്റ്റൈനബിലിറ്റിക്ക് വഴിവെക്കുമായിരുന്നുവെങ്കിൽ ഇവരെന്താകാൻ പാടില്ല, പൂട്ടിപ്പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, പ്രോഫിറ്റബിലിറ്റി മാത്രമല്ല സസ്റ്റൈനബിലിറ്റി നിശ്ചയിക്കുന്നത്. സസ്റ്റൈനബിളായിട്ട് ഒരു ബിസിനസ് സസ്റ്റൈനബിളായിട്ട്, ഫിനാൻഷ്യൽ സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ ബിസിനസ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. അൾട്ടിമേറ്റ്ലി നമ്മുടെ ഗ്രോത്ത് ആണ് നമ്മുടെ സസ്റ്റൈനബിൾ ആയിട്ട് കൊണ്ടുപോകുന്നത്. അതിൽ പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സസ്റ്റൈനബിലിറ്റിയിൽ. പ്രോഫിറ്റബിൾ അല്ലാണ്ട് നമുക്ക് അധികകാലം സസ്റ്റൈനബിൾ ആയിട്ട് നിൽക്കാൻ കഴിയില്ല. പക്ഷെ എപ്പോഴും പ്രോഫിറ്റബിലിറ്റി ആണ് സസ്റ്റൈനബിലിറ്റി നമ്മൾ തെറ്റിദ്ധരിക്കാനും പാടില്ല. പ്രോഫിറ്റബിലിറ്റിക്ക് ഒരു ടൈമുണ്ട്. പലപ്പോഴും ഇപ്പം ആമസോണൊക്കെ ഒരു 20 വർഷം എടുത്തു പ്രോഫിറ്റബിലിറ്റിയിലേക്ക് എത്താൻ, പ്രോഫിറ്റബിൾ ആകാൻ എന്ന് പറയുമ്പോൾ ഒരുപാട് സംരംഭങ്ങൾ 15 വർഷം കൊണ്ട് പ്രോഫിറ്റബിൾ ആയിട്ടുള്ളവർ, 25 വർഷം കൊണ്ട് പ്രോഫിറ്റബിൾ ആയിട്ടുള്ളവരുണ്ട്, 5 വർഷം കൊണ്ട് പ്രോഫിറ്റബിൾ ആയിട്ടുള്ളവരുണ്ട്, തുടങ്ങുമ്പോഴേ പ്രോഫിറ്റബിൾ ആയിട്ട് തുടങ്ങുന്ന ആളുകളുണ്ട്. അങ്ങനെ വ്യത്യസ്ത രീതിയിലാണ്. കാര്യം എല്ലാ ബിസിനസ്സും ഒരേ നേച്ചറല്ല, എല്ലാം ഒരേപോലെ പെട്ടെന്ന് പ്രോഫിറ്റബിൾ ആക്കാൻ കഴിയുന്നതുമല്ല. പക്ഷെ നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ബിസിനസ് സസ്റ്റൈനബിൾ ആണോ ഇല്ലേ എന്നുള്ളതാണ്. അത് നമുക്ക് ഈ മാർക്കറ്റിൽ എത്ര കാലം നിൽക്കാൻ കഴിയും, കോമ്പറ്റീഷൻസിന് എത്ര അതിജീവിക്കാൻ കഴിയും, ജനങ്ങൾക്ക് എത്ര കാലം ട്രസ്റ്റ് ഉണ്ടാക്കാൻ കഴിയും, ഈ പ്രകൃതിയിൽ നമുക്ക് എത്ര കാലം നിൽക്കാൻ കഴിയും, ഇങ്ങനെയുള്ള ഒരുപാട് എലമെൻറ്റ്സ് നമ്മൾ നോക്കുമ്പോഴാണ് നമുക്ക് സസ്റ്റൈനബിലിറ്റി മനസ്സിലാവണം. അവിടെ സസ്റ്റൈനബിലിറ്റി ഈക്വൽ ടു ഗ്രോത്ത് എന്ന് നമുക്ക് പറയാം. കാരണം ഗ്രോത്ത് എപ്പോഴും നിലനിർത്താൻ പറ്റണമെങ്കിൽ ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. അതിലൊരു എലമെൻ്റാണ് പ്രോഫിറ്റും അതിൽ ഗ്രോത്തിലൊരു എലമെൻ്റാണ്. പക്ഷേ പ്രോഫിറ്റ് മാത്രമല്ല ഗ്രോത്തിനെ നിശ്ചയിക്കുന്നത്. നമുക്ക് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ അതിജീവിക്കാനുള്ള ഒരു ഗ്രോത്ത് നമുക്ക് വേണം. നമ്മുടെ ചുറ്റുപാടിൽ നിന്നുള്ള ബിസിനസ്സുകൾക്കൊപ്പം അതിനേക്കാളൊക്കെ മുകളിൽ വളരാനുള്ള ഒരു ഗ്രോത്ത് കപ്പാസിറ്റി നമുക്ക് വേണം. നമ്മുടെ ആശയത്തിന് ഒരു ഗ്രോത്ത് കപ്പാസിറ്റി വേണം. നമ്മുടെ ടീമിന് ഒരു ഗ്രോത്ത് കപ്പാസിറ്റി വേണം. നമ്മുടെ വിഷൻ അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഗ്രോത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രോത്ത് നിലനിർത്താൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനൊരു സസ്റ്റൈനബിലിറ്റി ഉണ്ടാവും. അപ്പോൾ പ്രോഫിറ്റിൽ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ, റവന്യൂ പ്രോഫിറ്റ് ഇങ്ങനെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് സസ്റ്റൈനബിൾ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ ചില സിറ്റുവേഷനിൽ നമ്മുടെ സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യമാണ്. ഈ സിസ്റ്റം വൺസ് ഉണ്ടാക്കപ്പെട്ട് കഴിഞ്ഞാൽ വളരെ സസ്റ്റൈനബിൾ ആയിട്ട് നമുക്കൊരു ബിസിനസ് കെട്ടിപ്പൊക്കാൻ കഴിയും. വളരെ സ്ട്രോങ് ഫൗണ്ടേഷനുള്ള, വളരെ സ്ട്രോങ് സിസ്റ്റമുള്ള, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, സ്ട്രോങ് ആയിട്ടുള്ള മാൻ പവർ ഒക്കെ ഉള്ള ഒരു സംവിധാനം ഭയങ്കര സസ്റ്റൈനബിലിറ്റി കൂടിയ ഒരു സംവിധാനമായിരിക്കും. പക്ഷേ ആ ഇനിഷ്യൽ ഡേയ്സിൽ ഒരിക്കലും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ കഴിയില്ല, പലപ്പോഴും റവന്യൂ തന്നെ ജനറേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവിടെയാണ് ഇനിഷ്യലി ഒരുപാട് ഫണ്ട് പമ്പ് ചെയ്യേണ്ടി വരും, മാർക്കറ്റിലേക്ക് ഒരുപാട് ഫണ്ട് നമുക്ക് പമ്പ് ചെയ്യേണ്ടി വരുന്നത് എന്താണ്, ഈ ഒരു സസ്റ്റൈനബിൾ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ റവന്യൂ പ്രോഫിറ്റിലാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിലോ ഈ ഒരു സിസ്റ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. അപ്പോൾ നല്ലൊരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്തിനു വേണ്ടിയിട്ടാണ്, നല്ലൊരു ബിസിനസ് സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടി, ഒരു ഫിനാൻഷ്യൽ സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു പവർഫുൾ ബിസിനസ് ഫൗണ്ടേഷൻ, ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് പ്രോഫിറ്റബിലിറ്റിയെ പറ്റി ചിന്തിക്കാൻ സാധിക്കില്ല.
ഇതൊരു റിയാലിറ്റി ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രോഫിറ്റബിലിറ്റി നോട്ട് ഈക്വൽ ടു സസ്റ്റൈനബിലിറ്റി നമ്മൾ മനസ്സിലാക്കുക. പ്രോഫിറ്റബിലിറ്റി സസ്റ്റൈനബിലിറ്റിയുടെ ഒരു ഘടകം മാത്രമാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഗ്രോത്ത് ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ എത്ര കാലം നമുക്ക് ഇങ്ങനെ ഗ്രോത്തിൽ വർക്ക് ചെയ്യാം? നമ്മൾ പറയാറുള്ളത് പോലെ ഗ്രോത്ത് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളുണ്ട്. ആദ്യം നമ്മൾ ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യണം, ക്രിയേറ്റഡ് ഗ്രോത്ത് എന്ന് പറയും. പിന്നെ അതിനുശേഷം ഈ ഗ്രോത്ത് പതിയെ ഓർഗാനിക് ഗ്രോത്തിലേക്ക് നമ്മൾ എത്തും. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഓർഗാനിക് ഗ്രോത്ത് ഒന്നും പ്രതീക്ഷിക്കല്, എല്ലാം പെട്ടെന്ന് ഓർഗാനിക് ഗ്രോത്തിലേക്ക് എത്തില്ല. അവിടെ നമ്മൾ കുറേ നാൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം ഗ്രോത്ത്. അപ്പോൾ ഈ സമയത്തൊന്നും നമുക്ക് ചിലപ്പോൾ റവന്യൂവിൽ ഫോക്കസ് ചെയ്യാൻ കഴിയില്ല, പ്രോഫിറ്റബിലിറ്റിയിൽ ഫോക്കസ് ചെയ്യാൻ കഴിയില്ല. അവിടെ നമ്മൾ സിസ്റ്റം ഡെവലപ്മെന്റ്സിലേക്ക് ഫോക്കസ് ചെയ്യണം. പഴയൊരു കാലഘട്ടത്തിലൊന്നും ഒരു പക്ഷേ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യുന്ന തിയറി ആയിരുന്നില്ല ഇതെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ വെഞ്ചർ ക്യാപിറ്റലും ഹ്യൂജ് സ്റ്റാർട്ടപ്പ് ഇന്നോവേഷനും ഒക്കെ വന്നപ്പോഴേക്കും വർഷങ്ങളോളം മാർക്കറ്റിലേക്ക് ഫണ്ട് പമ്പ് ചെയ്തുകൊണ്ട് ഒരു സിസ്റ്റം, ഒരു കോമ്പറ്റീഷനെ അതിജീവിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ജനങ്ങൾക്കൊരു പുതിയ ഇന്നോവേഷൻ കൊടുക്കാൻ കഴിയുന്ന ഒരു ആശയമൊന്നും ഒറ്റയടിക്ക് ഒന്ന് റവന്യൂ ജനറേറ്റ് ചെയ്ത് പ്രോഫിറ്റബിൾ ആക്കാൻ കഴിയില്ല എന്നും അതിന് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വേണമെന്നും അതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള, വാല്യുവേഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള വെഞ്ചർ ക്യാപിറ്റൽ VC ഫേംസ് ഒക്കെ വന്നപ്പോഴേക്കും ഇപ്പം ഈ കാലഘട്ടത്തിൽ ഈ പ്രോഫിറ്റബിലിറ്റിയിലല്ല പലപ്പോഴും സ്റ്റാർട്ടപ്പുകളും ബിസിനസ് സംരംഭങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. അവരെല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് ഈ സൊസൈറ്റിയിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന, ഈ സൊസൈറ്റിയിൽ ഒരു റെവല്യൂഷൻ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ആശയം, അതിലൂടെ വരാൻ പോകുന്ന മാറ്റങ്ങൾ മുഴുവൻ കണ്ടിട്ട് വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു മോഡൽ അവർ എന്ത് ചെയ്യുന്നത്, ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്തൊന്നും റവന്യൂവിലും ഫോക്കസ്ഡ് അല്ല, അവർ പ്രോഫിറ്റബിലിറ്റിയിലും ഫോക്കസ്ഡ് അല്ല. ഈ ബിസിനസ്സിനെ, ഈ സ്റ്റാർട്ടപ്പിനെ അവരൊരു സസ്റ്റൈനബിൾ മോഡലിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഒരുപാട് വർഷങ്ങൾ എടുത്തേക്കാം അത് റവന്യൂ മേക്ക് ചെയ്ത് തുടങ്ങാൻ, അല്ലെങ്കിൽ അവർ പ്രോഫിറ്റ് മേക്ക് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ ബിസിനസ് എന്താണ്, സസ്റ്റൈനബിൾ ആണ്. അത് പെട്ടെന്ന് പൂട്ടിപ്പോകുന്നൊരു സംവിധാനമല്ല. അത് സസ്റ്റൈനബിൾ ആകാൻ, ആ ഫിനാൻഷ്യൽ സസ്റ്റൈനബിലിറ്റിക്ക്, ആ ബിസിനസ് സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ നല്ല രീതിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുന്നുണ്ട്. അതിൽ ആദ്യഘട്ടത്തിൽ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സും പിന്നെ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടും ഒക്കെ വരുന്നുണ്ട്. മാർക്കറ്റ് അവർക്ക് അനുകൂലമാക്കാൻ വേണ്ടി, കസ്റ്റമർ അക്വിസിഷന് വേണ്ടിയിട്ട് ആ സിസ്റ്റം അവർ കറക്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ സസ്റ്റൈനബിലിറ്റി നിലനിർത്തുന്നത്. ആ സസ്റ്റൈനബിലിറ്റി നിലനിന്ന് ആ ഗ്രോത്ത് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു മൊമെൻറ്റിൽ അത് പ്രോഫിറ്റബിലിറ്റിയിലേക്ക് എത്തും. അപ്പോൾ ആസ്പയറിംഗ് ഓൺടർപ്രണേഴ്സ് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഏത് സമയത്താണ് റവന്യൂയിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടത്, ഏത് സമയത്താണ് പ്രോഫിറ്റിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടത്, എത്രത്തോളം നമ്മൾ സിസ്റ്റം ഡെവലപ്മെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം, നമ്മുടെ സിസ്റ്റം ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കാൻ നമ്മൾ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ നമുക്കിതിന് ഫണ്ട് കണ്ടെത്താൻ, ഈ ഇൻവെസ്റ്റേഴ്സിന് എന്ത് കമ്മിറ്റ്മെന്റ്സ് നമുക്ക് കൊടുക്കാം, എപ്പോൾ നമുക്കിത് പ്രോഫിറ്റബിൾ ആക്കാം, എങ്ങനെ റവന്യൂവിൽ നിന്ന് നമ്മുടെ ഓപ്പറേഷൻസ്, എത്ര കാലം നമ്മൾ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് നമ്മൾ ഓപ്പറേഷൻസ് നടത്തും, എത്ര കാലം നമ്മൾ റവന്യൂവിൽ നിന്ന് നമ്മൾ ഓപ്പറേഷൻസ് നടക്കും, എത്ര കാലം നമ്മുടെ നല്ലൊരു പ്രോഫിറ്റബിൾ സിസ്റ്റത്തിലേക്ക് എത്ര കാലം കഴിയുമ്പോഴും നമ്മൾ വരും. ഇതൊക്കെ നമുക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കുക. ആ പ്ലാൻ അനുസരിച്ച് വർക്ക് ചെയ്യുക. എപ്പോഴും പ്രോഫിറ്റബിലിറ്റി ആണ് സസ്റ്റൈനബിലിറ്റി, ബിസിനസ് സസ്റ്റൈനബിലിറ്റി എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു തെറ്റായ ആശയത്തിലേക്ക് നമ്മൾ പോകും. അപ്പോൾ എല്ലാ ബിസിനസ്സും വ്യത്യസ്ത നേച്ചറിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ചിലവർക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാകും, വലിയ ഫൗണ്ടേഷൻ, വലിയ സിസ്റ്റം ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ ബിസിനസ്സിലേക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയൂ. അപ്പോൾ അങ്ങനെയുള്ള ബിസിനസ്സുകളൊക്കെ വളരെ ദീർഘകാലം എന്ത് ചെയ്യേണ്ടി വരും, സിസ്റ്റം ഡെവലപ്മെന്റിൽ തന്നെ ഫോക്കസ് ചെയ്യേണ്ടി വരും. റവന്യൂയിലോ പ്രോഫിറ്റിലോ ആയിരിക്കില്ല അവരുടെ ഫോക്കസിങ്. ചില ബിസിനസ്സുകൾക്ക് നല്ലൊരു ഫൗണ്ടേഷൻ ഓൾറെഡി തന്നെ ഉണ്ടായിരിക്കാം, മാർക്കറ്റിൽ അനുകൂലമായിട്ടുണ്ടായിരിക്കാം, സ്കിൽ ബേസ്ഡ് കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അവർക്കൊക്കെ ഇനിഷ്യൽ ഡേയ്സ് തന്നെ റവന്യൂയിലേക്കും പ്രോഫിറ്റബിലിറ്റിയിലേക്കും ഫോക്കസ് ചെയ്യാൻ കഴിയും. പ്രോഫിറ്റബിലിറ്റി ആണ് ബിസിനസ് സസ്റ്റൈനബിലിറ്റി എന്ന് തെറ്റിദ്ധരിക്കാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ പല ബിസിനസ്സുകളും, പ്രോഫിറ്റബിൾ ആയിരിക്കുന്ന ബിസിനസ്സുകളൊന്നും പൂട്ടിപ്പോകാൻ പാടില്ല. അവർ കോമ്പറ്റീഷനെ അതിജീവിക്കാനും ഇന്നോവേഷൻസ് കാലഘട്ടത്തിനനുസരിച്ചിട്ട് മാറാനും ഏതൊരു സാഹചര്യത്തിലും മുന്നോട്ട് ഗ്രോത്തും കൊണ്ടുപോകാനും സാധിക്കുന്ന തരം ബിസിനസ്സുകളെ മാത്രമാണ് നമുക്ക് ബിസിനസ് സസ്റ്റൈനബിലിറ്റി ഉള്ള ബിസിനസ്സുകൾ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. അപ്പം പ്രോഫിറ്റബിലിറ്റി ബിസിനസ് സസ്റ്റൈനബിലിറ്റിയുടെ ഒരു പാർട്ടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, എന്നാൽ അത് മാത്രമല്ല പാർട്ട് എന്ന് കൃത്യമായ ഒരു തിരിച്ചറിവോടുകൂടി തന്നെ ഓൺടർപ്രണേഴ്സ്, ആസ്പയറിംഗ് ഓൺടർപ്രണേഴ്സ്, പുതിയ ഓൺടർപ്രണേഴ്സ് അവരുടെ മൈൻഡ് സെറ്റ് അതിനനുസരിച്ച് രൂപപ്പെടുത്തിയെടുക്കുക. അതിനനുസരിച്ചിട്ടുള്ള ബിസിനസ് മോഡലും റവന്യൂ മോഡലും ഒക്കെ എന്ത് ചെയ്യുക, ക്ലിയർ ആക്കി കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാലും വലിയ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ബിസിനസ് സംരംഭങ്ങൾ നമുക്ക് കെട്ടിപ്പൊക്കാൻ സാധിക്കും. This is Reporter News Network.